Hey guys, welcome back to my channel. അപ്പോൾ guys, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്കിൻ കെയറിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോഡക്ട്സിന്റെ കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം കൂടി കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല, അതുപോലെ തന്നെ വീഡിയോ ഭയങ്കരമായിട്ട് ലാഗും ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ പ്രോഡക്ട്സിലേക്ക് പോകാം. അപ്പോൾ ഈ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. മൈഗ്ലാമിന്റെ സൂപ്പർ സെറം ഫൗണ്ടേഷൻ വിത്ത് SPF 13. ഇത് മൈഗ്ലാമിന്റെ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. അറൌണ്ട് ഒരു 2 മന്ത് ആയിട്ടുള്ളൂ ഞാനിത് പർച്ചേസ് ചെയ്തിട്ട്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 102 ആൻഡ് ലൈറ്റ്ഫുൾ. ഇതിന്റെ പ്രൈസ് വരുന്നത് 699 ആണ് ഗൈസ്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഗൈസ്. ഇതിനകത്ത് സെറം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റും, ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ചില ഫൗണ്ടേഷൻ പോലെ നമുക്ക് ഒരുപാട് ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ആൻഡ് ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനൊരു ട്രയൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ ആൻഡ് ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ ടോണിന് പറ്റുന്ന ഷെയ്ഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഫൗണ്ടേഷൻ യു വിൽ എവർ ഹാഡ് ഇൻ യുവർ ലൈഫ്. കാരണം ഞാനിത് മേടിക്കുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളെ സ്കിൻ ടോണിന് ഒരു കളർ, നമ്മൾ മേടിക്കുന്ന ഷെയ്ഡിന് വേറൊരു കളർ ആണെങ്കിൽ ഇത് രണ്ടും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിന് രണ്ടിൽ നിന്നും വേറൊരു കളറായിരിക്കും നമ്മളെ ഫേസിന് കിട്ടുന്നത്. അപ്പൊ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഗൈസ്, താണ്ട് എന്റെ സ്കിന്നുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കറക്റ്റ് ഷെയ്ഡാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. എൻ്റെ എന്ന് പറയുന്ന ഒരു മീഡിയം സ്കിൻ ടോൺ ആണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഷെയ്ഡ് പെർഫെക്റ്റ് ആയിരിക്കും. ആൻഡ് ഷെയ്ഡിന്റെ ആ ഒരു ഇത് മറക്കരുത്, 102 ആൻഡ് ലൈറ്റ്ഫുൾ ആണ്. ഇത് വരുന്നത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്, അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഇത് എങ്ങാനും കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ 699 വെള്ളത്തിൽ പോയി നടത്തും. അപ്പോൾ ഇതാണ് ഗൈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത്, മൈഗ്ലാമിന്റെ സൂപ്പർ സെറം ഫൗണ്ടേഷൻ, നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻസൈറ്റിന്റെ ബ്ലഷർ ആണ് ഗൈസ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 02 റാസ്ബെറി ജെലാറ്റോ. ഞാനിത് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗൈസ്. കാരണം ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗം ഞാൻ കരണ്ടി തിന്ന പോലെ ഉണ്ട്, കാരണം അത്രയ്ക്ക് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ ബാഗിൽ എന്റെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ്സ്റ്റിക് കഴിഞ്ഞ് പിന്നെ കാണുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതില്ലാതെ എനിക്ക് പറ്റില്ല ഗൈസ്. ആൻഡ് ഇതിന്റെ സ്മെല്ല് ഗൈസ്, സ്മെൽസ് റിയലി ഗുഡ്. നല്ലൊരു സ്മെല്ലുണ്ട്. പണ്ടത്തെ നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു ആൽമണ്ടിന്റെ ഷാമ്പു കൊണ്ടുവരുമല്ലോ, ആ ഒരു ഷാമ്പുവിന്റെ സ്മെല്ലുണ്ട്. നല്ല സ്മെല്ലാണ് ആൻഡ് സ്മൂത്ത് ടെക്സ്ചറാണ്. കൺസിസ്റ്റൻസിയും അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഫേസിൽ അത് അപ്ലൈ ചെയ്യുന്നതിൽ ആ ഒരു റിസൾട്ട് കിട്ടും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ആവശ്യമുള്ളൂ ഗൈസ്. ഒരുപാട് ഇട്ട് മാന്തി പറിക്കണ്ട നമുക്ക് കേട്ടോ. ഡിഫറൻസ് അറിയാൻ പറ്റുന്നില്ലേ? ഒരുപാട് ലൈറ്റിന്റെ മൂഡിൽ ഇരിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല. എനിക്ക് എന്തായാലും ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇല്ല, ബട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് ഗൈസ് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്റ്റ്. നമുക്ക് തേർഡ് പ്രോഡക്റ്റിലോട്ട് പോവാം. കമോൺ. അപ്പോൾ ഗൈസ്, ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സിൽ എനിക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം കാണിച്ച ഫൗണ്ടേഷനോ അല്ലെങ്കിൽ സെക്കൻഡ് കാണിച്ച ബ്ലഷറൊന്നും അല്ല ഗൈസ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേക്കപ്പ് പ്രോഡക്ട്സ് ഈ 2 സാധനമാണ് ഗൈസ്. ഇതില്ലെങ്കിൽ ഞാനില്ല. ഞാൻ പൗഡർ ഇട്ടില്ല, ഞാൻ കുളിച്ചില്ല, ഞാൻ കണ്ണെഴുതിയില്ല എന്നുണ്ടെങ്കിലും ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്കിത് എല്ലാം ചെയ്ത ഒരു ഫീൽ ഉണ്ട് ഗൈസ്. വേറെ നല്ല ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ഇത് രണ്ടുമാണ് ഗൈസ് എന്നെ മുന്നോട്ട് നയിക്കുന്ന 2 സാധനങ്ങൾ. ഇതെന്ന് പറയുന്നത് ബ്ലൂ ഹെവന്റെ ആണ്. ഇത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ക്വീൻ റെഡ് ആണ് കേട്ടോ. ഇതാണ് ഒരുപാട് യൂസ് ചെയ്യുന്നത്, ഇപ്പൊ തീർന്നു. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ്, ഇതാണ് ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത്. മാറ്റ് ഫിനിഷ് ആണ്. ഞാൻ ലിക്വിഡ് യൂസ് ചെയ്യാറില്ല, ഇതുപോലത്തെ ലിപ്സ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് എനിക്ക് യൂസ് ചെയ്താൽ എൻ്റെ ചുണ്ട് കാണാൻ ഭയങ്കര ബോറായിരിക്കും ഗൈസ്. ഇത് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. മാറ്റ് ഫിനിഷ് ആണ്, ബ്ലൂ ഹെവന്റെ ആണ് കേട്ടോ. എത്ര റേറ്റ് എന്ന് എനിക്കൊന്നും ഓർമ്മയില്ല, കുറേ നാളായി ഞാനിത് മേടിച്ചിട്ട്. ഇത് ഞാൻ ഈ ഫൗണ്ടേഷൻ മേടിച്ചതിന്റെ കൂടെ മേടിച്ചൊരു സംഭവമാണ് ഗൈസ്, മൈഗ്ലാമിന്റെ ലിപ്സ്റ്റിക്.
ഇതിൻ്റെ കളർ അടിപൊളിയാണ് ഗൈസ്, ഭയങ്കര ഡാർക്ക് കളറാണ്, ഭയങ്കര ഡാർക്കാണ് ഗൈസ്. ഇതെന്ന് പറയുന്നത് ഒരു ക്രീമി ഫിനിഷാണ്, ഇത് മാറ്റ് ഫിനിഷാണ്. ആൻഡ് ഇത് വന്നിട്ട് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്, ഒരുപാട് മാറ്റ് അല്ല, ബട്ട് ഒരു ക്രീമി ടെക്സ്ചറും ഉണ്ട്. നിങ്ങൾക്കതിപ്പം കാണിച്ചു തരാം, എവിടെ വരയ്ക്കും പറഞ്ഞോണേ. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു കളർ ഡിഫറൻസ് കാണിച്ചു തരാം ഗൈസ്. ഇത് വന്നിട്ട് മാറ്റിൻ്റെത് ഞാൻ നേരത്തെ ഇട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് കാണിച്ച ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് കേട്ടോ, ബ്ലൂ ഹെവൻ്റെ ക്വീൻ റെഡ് എന്ന് പറയുന്ന ഷെയ്ഡ്. ഇതെന്ന് പറയുന്നത് മൈഗ്ലാമിൻ്റെ ഒരു ക്രീമി മാറ്റ് ഫിനിഷ്, ഒരു ക്രീമി ലുക്ക് കിട്ടും. വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്കിത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. എന്താണെന്ന് അർത്ഥം ഗൈസ്, ഇപ്പോൾ ഞാൻ മൈഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സിനോട് ഭയങ്കര അഡിക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്, അതും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ ഗൈസ് കാര്യം. അല്ലാതെ ഞാൻ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്ക് ഇത് കണക്കായിരിക്കത്തില്ല, എൻ്റെ ചുണ്ട് പെട്ടെന്ന് കയറി ഒരുമാതിരി ഇല്ല പെയിന്റ് അടിച്ച് കണക്കിരിക്കും. ഇതാകുമ്പോഴത്തേക്കും മാറ്റും ആണ്, പുറമേ കാണാൻ ഒരു ക്രീമി ലുക്കുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ലിപ്സ്റ്റിക്. ഒരുപാട് ലിപ്സ്റ്റിക്ക് വാരി കൂട്ടി വെക്കുന്ന ശീലമൊന്നുമില്ല, കാരണം പിന്നെ ഉപയോഗിക്കാത്തത് എക്സ്പയർ ആയി പോകും, ഉള്ള പൈസ കൊണ്ട് കളയാൻ അങ്ങനത്തെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ലിപ്സ്റ്റിക്കിൽ 2 എണ്ണം ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് എനിക്ക് അറിയില്ല. മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വന്നിട്ട് 595. ഓക്കെ ഗൈസ്, മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് ആണ് കേട്ടോ പറഞ്ഞത്, 595. ഇതിൻ്റെ റേറ്റ് എനിക്ക് അറിയത്തില്ല ഗൈസ്, ഞാൻ കുറേ നാളായി ഇത് മേടിച്ചിട്ട്. ഇത് ഇപ്പം ഈ ഒരു ഫൗണ്ടേഷൻ മേടിക്കുന്നതിൻ്റെ കൂടെ മേടിച്ചതാണ്, ഒരു 2 month ആയിട്ടുള്ളൂ. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്, പക്ഷെ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അതിന് വിഷമമായാലോ. അപ്പം അടുത്ത എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ് ഹൈലൈറ്റർ. പക്ഷെ ഇതെനിക്ക് തുറന്ന് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, കാരണം ഇതൊരു ട്രെയിനിൻ്റെ അടിയിൽ കയറി ഇറങ്ങിയ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. കാരണം ഇത് എൻ്റെ കയ്യിൽ നിന്ന് അടിക്കുന്ന താഴെ വീണു, അങ്ങനെ സെറ്റ് ചെയ്തിരുന്ന എല്ലാം കൂടി പൊടിഞ്ഞ് വാരി ഇരിക്കുക. അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്താൽ ഇത് മൊത്തം ഇപ്പം ശരിയാവത്തില്ല. ഇത് ഷൈൻ ആൻഡ് ഷിമ്മർ ഹൈലൈറ്റർ ആണ്, ഇത് NYBയുടെ ആണ് കേട്ടോ. ഇതാണ്ടേ, ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 275. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് മേടിക്കുന്ന കാരണം വെച്ചാൽ ഇത് ഞാൻ അവരുടെ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു 275 അത് മേടിക്കാന്ന് പറഞ്ഞ് മേടിച്ചെൻ്റെ കൈ കിട്ടിയപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സംഭവം. പിന്നെ നമ്മളിത് പൗഡർ ഇടുന്ന ഒരുപാട് വാരി ഇടത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യം ഇത് ഞാൻ മേടിച്ചിട്ടൊരു 6 month ഒക്കെ ആയിട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, NYBയുടെ ഹൈലൈറ്റർ. 275 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഗൈസ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈഗ്ലാമിൻ്റെ തന്നെയാണ്. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ മൈഗ്ലാമിന് അഡിക്റ്റ് ആണ്. ഇപ്പം ചില പ്രോഡക്ട്സ് എനിക്ക് മൈഗ്ലാമിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ വേറൊരു പ്രോഡക്റ്റാണ് ഗൈസ് അവരുടെ ഐ ഷാഡോ പാലറ്റ്. നല്ല ക്യൂട്ട് ലുക്കാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ നമ്മുടെ ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ ടൈപ്പാണ്. ഇതിൽ 12 ഐ ഷാഡോസ് ആണ് കേട്ടോ വരുന്നത്, കളേഴ്സ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു കവറാണ്, ഇത് നമുക്ക് ഓപ്പൺ ആക്കാം. ഇതാണ് ഗൈസ് കളേഴ്സ്. ഇത് ഞാൻ ഒരുപാട് ഈ ഒരു ലൈറ്റിന് ഇതിനകത്ത് ഇരിക്കുന്നതാണ് കേട്ടോ. ചില കളേഴ്സൊക്കെ ഭയങ്കര ഡാർക്കായിട്ട് തോന്നുന്നത്, എല്ലാം അത്യാവശ്യം നൈസ് കളേഴ്സാണ്. ബട്ട് എനിക്ക് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യാത്ത കളറാണ് ഗൈസ് ഈ വൈറ്റ്. എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഇതെന്തിനാണോ ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഗൈസ്, അങ്ങനെ മേടിച്ചതാണ്. ബട്ട് ബാക്കി കളേഴ്സൊക്കെ ഞാൻ യൂസ് ചെയ്യും. ഈ വൈറ്റും പിന്നെ ഇത് ബ്ലാക്ക് ഉണ്ട്. ബട്ട് ബ്ലാക്ക് ഒരു ഷിമ്മറി ടച്ച് ഉണ്ട്, ഒരു ഗ്ലിറ്ററി ടച്ച് ഉള്ളതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. അവിടെ വൈറ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ട പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ് ഗൈസ്. ഓക്കെ, ചെറിയ ഒരു ഇത്, ബട്ട് ഇതിൻ്റെ റേറ്റ് ചെറുതൊന്നും അല്ല ഗൈസ്, 450 രൂപയാണ്. 450 ആണ് ഇതിൻ്റെ റേറ്റ്. ആണ്ടേ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ പിടിക്കണോ? 450 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. മൈഗ്ലാം ഭയങ്കര റേറ്റ് ആണ് ഗൈസ്, അഫോർഡബിൾ ഒന്നുമില്ല. അഫോർഡബിൾ ആണ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ അടുത്ത ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇതിനകത്ത് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിലെ കളേഴ്സിന് പറയുന്ന കുറേ ഷെയ്ഡ്സിന് കുറച്ച് പേരുണ്ട്. സോൾമേറ്റ്, പാർട്ട്നേഴ്സ്, ചാൻസ്, ഐ ഗോ ടു ഗേൾ ഗാങ്,
അങ്ങനെ കുറെ പേരുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്നും നോക്കണം. നമ്മൾ പറയും പച്ച, ചുമല, നീല, അത് തന്നെ. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐ ഷാഡോ പാലറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഇനി കുറച്ച് പ്രോഡക്ട്സ് അടുക്കിന് വെച്ചിട്ടുണ്ട്. ഞാനിത് ഓരോന്നായിട്ട് കാണിച്ചു തരാം, കാരണം ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. ഇതെന്ന് പറയുന്നത് ബ്ലൂ ഹെവന്റെ ഇന്റൻസ് ഐലൈനർ ആണ് ഗൈസ്. ഈ ഐലൈനറിന്റെ പ്രത്യേകത വെച്ചാല് എത്ര വെള്ളം വെച്ച് കഴുകിയാലും പോത്തില്ല ഗൈസ്. എന്തോ പറയണേ, എത്ര എണ്ണ ഇട്ട് തുടച്ചാൽ പോലും ഈ സാധനം എന്റെ കണ്ണിൽ നിന്ന് പോത്തില്ല. ഇതിന് പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് സ്റ്റുഡിയോയിൽ പോയപ്പോഴാണ് ഗൈസ് നമ്മുടെ ഐ മേക്കപ്പ് ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ട് റിമൂവ് ചെയ്യുന്ന ഐപാഡ്സ് കണ്ടത്. അങ്ങനെ ഞാൻ അത് മേടിച്ചാണ് ഈ സാധനം ഇട്ടിട്ട് ഞാൻ ആ വൈപ്പിട്ട് തുടയ്ക്കുമ്പോഴാണ് എന്റെ കണ്ണിൽ നിന്ന് പോണത്. പിന്നെ ഞാൻ ഈ സാധനം ഉപയോഗിക്കത്തില്ല, കാരണം ഭയങ്കര സ്മച്ച് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. എത്രയൊക്കെ വെള്ളം വെച്ച് കഴിയുവാൻ ഈ സാധനം എന്റെ കണ്ണിൽ നിന്ന് പോകത്തില്ല. നിങ്ങളെല്ലാം കണ്ണിൽ നിന്ന് പോവായിരിക്കും, എന്റെ കണ്ണിൽ എന്താ പോകത്തെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടുണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് നമ്മൾ ഇവിടെ സ്റ്റുഡിയോ ഓപ്പൺ ആയത്. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ മേടിച്ച വേറൊരു ഐലൈനർ ആണ് ഗൈസ്. സംഭവം നമ്മൾ വിചാരിക്കും ഇത്രയും ഐലൈനറും ഇതാണ് അതിന്റെ സാധനവും അല്ല. ഇതിനകത്താണ് ഐലൈനർ ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന സാധനം. ഇതാണ്ടോ. പക്ഷേ ഞാനെന്ന് പറഞ്ഞാല് കണ്ണ് ഫുള്ളായിട്ട് വരയ്ക്കത്തില്ല ഗൈസ്. ഒരുപാട് വലിച്ചു വാരി വരയ്ക്കത്തില്ല. ജസ്റ്റ് ഒരു വിങ് ഇടും. അതിനാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചത്. പക്ഷെ സ്റ്റുഡിയോയിൽ ഇത് മേടിച്ചതിന് ശേഷമാണ് ഞാനിപ്പം കണ്ണ് വരച്ചേക്കുന്നത് കേട്ടോ. ഇതിപ്പോ ഞാൻ ഈ സ്റ്റുഡിയോയില് ഈ ഒരു ഐലൈനർ വെച്ച് വരച്ചതാണ്. കാരണം ഞാൻ വിങ് ഇടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഇത് മേടിച്ചത്. കാരണം ഇതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് ഒരു വിങ് ഇട്ട് ഇറങ്ങാൻ പറ്റും എവിടെയെങ്കിലും പോകാനാണെങ്കിൽ. ഇത് അതുപോലല്ല. ഇതെനിക്ക് ഇട്ടതിന് ശേഷം എനിക്ക് ഇത് കണക്ക് വരയ്ക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തതാണ് സ്റ്റുഡിയോയിലെ ഈ ഒരു ഐലൈനർ. ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ പെരുന്നാളിന് എന്തോ മേടിക്കാൻ പോയപ്പോൾ അതിന്റെ കൂടെ മേടിച്ചതാണ്. അപ്പൊ ഇത് രണ്ടും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനേഴ്സ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ബ്ലൂ ഹെവന്റെ ലാഷ് ട്വിസ്റ്റ് കേർലിംഗ് മസ്കാരയാണ് ഗൈസ്. അടിപൊളി പ്രോഡക്റ്റ് ആണ് ഗൈസ്. ഞാൻ അങ്ങനെ മസ്കാര യൂസ് ചെയ്തതിന് ശേഷം വേറൊരു പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഗൈസ്. നല്ല രീതിയിൽ നമ്മുടെ പീലി കേളാവും. നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ ഐലൈനറും ഈ കരിയും ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ മസ്കാരയും കൂടി ഇടുമ്പോൾ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ഫിനിഷിംഗ് ആണ് ഗൈസ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ പീലി കേളാവും. പിന്നെ എനിക്കിത് വാഷ് ചെയ്ത് കളയുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പടരും ഗൈസ്. കണ്ണ് ഫുള്ള് പടരും. അതുകൊണ്ട് തന്നെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കുറേ ടൈം എടുത്തിട്ടാണ് ഇത് വാഷ് ചെയ്ത് കളയുന്നത്. ബട്ട് ഗൈസ് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും കണ്ണിൽ എഴുതുമ്പോൾ അടിപൊളി ഭംഗിയാണ് ഗൈസ്. അതുകൊണ്ട് ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എനിക്ക് ഐലൈനറൊക്കെ എഴുതി ഇൻ കേസ് ലെൻസ് ഒക്കെ ഇടൂല്ലേ, നമ്മൾ ഐലൈനറൊക്കെ എഴുതി ലെൻസൊക്കെ ഇട്ട് നമ്മൾ കണ്ണൊക്കെ എഴുതിയിട്ട് ഇത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അടിപൊളി സാധനമാണ് ഗൈസ്. നമ്മുടെ പീലേക്ക് നല്ല രീതിയിൽ കേളിയത് നമ്മൾ ഈ താഴെ പോലും എഴുതുമ്പോഴത്തേക്ക് അത്രയും ഹൈലൈറ്റ് ആയിട്ട് തരാൻ ഈ ഒരു മസ്കാര നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദിസ് വൺ ഈസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇതിന്റെ കൂടെ തന്നെ ഗൈസ് ഒരു കാര്യം ഞങ്ങൾ കാണിക്കാൻ മറന്നുപോയി. അത് ഐ ഷാഡോ പാലറ്റ് തന്നെയാണ്. ഒരു യൂണിക്കോണിന്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്. ഒരു പേഴ്സൊക്കെ പയ്യനെ പിടിക്കുന്ന കണക്ക് അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ബട്ട് ഇതിനകത്ത് കുറെ ഷെയ്ഡ്സ് ഉണ്ട് ഗൈസ്. നല്ല ഗ്ലിറ്ററി ഷെയ്ഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് ഗൈസ്. ഞാൻ മൈഗ്ലാമിൽ അത്രയും പൈസ കൊടുത്ത് മേടിച്ച് അതിനെക്കാട്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗൈസ് ഇത്. ഇതിലെ എല്ലാ ഷെയ്ഡും അടിപൊളിയാണ്. ഇതിലെ എല്ലാ ഐ ഷാഡോ അടിപൊളിയാണ്. ഇതിലെ എനിക്ക് തോന്നുന്നതാണ്ട് ഈ ഒരു ഐ ഷാഡോ ആണ് ഞാനിപ്പോൾ എൻ്റെ കണ്ണിട്ടേക്കുന്നത്. ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, കുറച്ച്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. മറ്റേനെ കാട്ടി ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ഇതാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾ കാണിക്കണമെന്ന് തോന്നി. ഇത് ഞാനൊരു വെബ്സൈറ്റിൽ നിന്നും മേടിച്ചല്ല, അടുത്തൊരു കടയിൽ പോയപ്പോൾ മേടിച്ചാണ്. എല്ലാ ഷെയ്ഡും സൂപ്പറാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് എനിക്കിഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ്. ഈ ഒരു യൂണിക്കോണിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഗൈസ് ഞാൻ മേടിക്കുന്നത്. ഞാൻ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ലിപ്പൊക്കെ അടിക്കും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 260 ഉള്ളൂ ഗൈസ്. ഞാൻ അവിടുത്തെ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. എനിക്കിത് പേഴ്സണൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് ഗൈസ്. ഇതിനെ അപേക്ഷിച്ചിട്ട് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടും പിങ്കാണ് ഗൈസ്. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐ ഷാഡോ പാലറ്റാണ് ഗൈസ്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അടുത്ത സെഗ്മെന്റ് ആയിട്ട് അടുത്തൊരു പാർട്ട് 2 ആയിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ കുറച്ച് സ്റ്റുഡിയോയിൽ മേടിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്, അതിനൊരു സ്റ്റുഡിയോ ഹോളായിട്ടൊക്കെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് അതാകുമ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Till then, bye.